കേരളം ജനാധിപത്യത്തിന്റെ ഉത്സവ നാളുകളിലാണ്. പോരാട്ടം അടുത്തിട്ടില്ലായതുകൊണ്ട് തന്നെ അത്രയും ചൂടും ചൂരും ഗ്രൗണ്ടിൽ പ്രകടവുമാണ്. പിന്മാറിയില്ലെങ്കിൽ തട്ടിക്കളയും, ജോലി തെറിപ്പിക്കും തുടങ്ങിയ ഭീഷണികൾ, വിരട്ട്, വിലപേശൽ, കൂട്ടയടി തുടങ്ങിയ ജനാധിപത്യത്തിന് അത്ര നല്ലതല്ലാത്ത പ്രവണതകൾ പ്രകടമാകുമ്പോഴും അരയും തലയും മുറുക്കി മുന്നണികൾ ഗ്രൗണ്ടിൽ കഠിനാധ്വാനത്തിലാണ്. കാരണം കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതല്ല, LDF ഇത് മൂന്നാം ഊഴത്തിലേക്ക് വാതിൽ തുറക്കുമോ എന്ന പരീക്ഷണമാണ്. UDF ഒരു പരാജയം അചിന്ത്യമാണ്. കാരണം മൂന്നാം ഊഴത്തിൽ ഒരു പ്രതിപക്ഷ പദവി അവർക്ക് താങ്ങാവതല്ല. അവർ കസ്തുത്വ പ്രശ്നം ഡു ഓർ ഡൈ. മോദിയും ഷായും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്കും ഒരു പിന്നോട്ടുപോക്ക് ആലോചനയിലേ ഇല്ല. സ്വാഭാവികമാണ് ആ പോരാട്ടം കടുക്കും. ക്ഷേമ പെൻഷൻ അടക്കം മൈലേജ് പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്നത്. UDFിലാകട്ടെ കൂട്ടയടി, BJPയിൽ സംഭവിച്ചത് അതൊക്കെ കടന്ന ആത്മഹത്യകളാണ്. ഇന്നേക്ക് കൃത്യം 16-ാം നാൾ അടിത്തട്ട് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തദ്ദേശം ആർക്കനുകൂലം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉൾക്കൊള്ളുന്ന വർഗീയ വിഭാഗത്തെ അതിൻ്റെ ആശയ നേതൃത്വമായി അംഗീകരിച്ച UDF വർഗീയമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ്. ആയിട്ടില്ല, നിൽക്കട്ടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് കേൾക്കട്ടെ ജനങ്ങൾ. നിങ്ങൾക്കുള്ള ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താ ഏതാ അതാണ് ജനശക്തിയാണ്, അതിന്റെ ഒരു വിഷമാണ്. ഡോക്ടർ VPV മുസ്തഫ, സന്ദീപ് വാര്യർ, ശ്രീ ഗോകുൽ ഗോപിനാഥ്, A സജീവൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ VPVയിലേക്ക് പോകുന്നു. ശ്രീ VPV, ക്ഷേമ പെൻഷൻ വർധനവുണ്ടായി, സ്ത്രീകൾക്ക് 1000 രൂപ പ്രഖ്യാപനമുണ്ടായി, കുടിശ്ശികത ഇപ്പോൾ കൊടുത്തു തീർക്കുന്നുണ്ട്, അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനമുണ്ടായി. അടിത്തട്ടിൽ CPMന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വികസനം തന്നെ പറഞ്ഞു പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നിരിക്കെ പിന്നെയും ഈ കോൺഗ്രസ്, ലീഗ്, വർഗീയ പാർട്ടി, ജമാഅത്ത് വൽക്കരണം, സതീശൻ വർഗീയവാദി, ഇനി പാലത്തായിൽ പീഡിപ്പിക്കപ്പെട്ട 10 വയസ്സുകാരി കുഞ്ഞ് മുസ്ലിം, പീഡിപ്പിച്ച അധ്യാപകൻ ഹിന്ദു എന്നൊക്കെ കമ്മ്യൂണൽ നറേറ്റീവ് എന്തിനാണ്? മറ്റു വിഷയങ്ങൾ പറയാനുള്ളപ്പോൾ ഉപാധിയാക്കേണ്ട കാര്യം? ശ്രീ VPP. വികസനവും രാഷ്ട്രീയവും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത്. കേരളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടത്തോട്ടേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അത് 2019 നമ്മൾ കണ്ടതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ പരാജയമുണ്ടായി. എന്നാൽ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഇടതുപക്ഷത്തെ വരവേറ്റു. അത് 2021 തുടർ ഭരണത്തിലേക്ക് നയിച്ചു. 2025 അത് തന്നെയാണ് കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, ജനക്ഷേമ പരിപാടികൾ, രാഷ്ട്രീയമായിട്ടുള്ള സാർവദേശീയവും ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിലും വികസനത്തിലും ഊന്നി LDF ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾക്കും അവരുടെ മന്ത്രാലയങ്ങൾക്കും തന്നെയും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വിദ്യാഭ്യാസ സൂചികകളുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. കേന്ദ്ര മനുഷ്യവിഭവ മന്ത്രാലയത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരളം ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ ചേരുന്ന 100 കുട്ടികളിൽ 40 പേരും 40 പേരും ദേശീയ തലത്തിൽ കൊഴിഞ്ഞു പോകുമ്പോൾ 99.5 പേരും കേരളത്തിൽ 10-ാം ക്ലാസ് പൂർത്തീകരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. സെപ്റ്റംബറിലാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് വന്നത്. ആയുർദൈർഘ്യത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പൗരന്മാരെക്കാൾ എത്രയോ മുന്നിൽ. മാതൃശിശു മരണനിരക്കിൽ കേരളം നമ്പർ 1. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള പ്രയാസകരമായ പ്രതിസന്ധി നിറഞ്ഞ ഒരനുഭവവുമില്ല. ഈ ജനങ്ങളുടെ അനുഭവമായിട്ടുള്ള വെറുതെ പ്രഖ്യാപനങ്ങളല്ല, എന്തെങ്കിലും വാഗ്ദാനങ്ങളല്ല, ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ, അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൽ, ഭൗതിക കാര്യങ്ങളുടെ വികസനത്തിൽ, ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളിലെല്ലാം ഞങ്ങൾ വരുത്തിയിട്ടുള്ള വികസനം, അത് ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലാണ്. ബാക്കി പൊതുവിൽ ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് വലതുപക്ഷ സർക്കാരുകൾ ലോകത്തെല്ലായിടത്തും സ്വീകരിക്കുന്നത് ഡൗൺ സൈസ് ദ ഗവൺമെൻറ് എന്നുള്ളതാണ്. 0 സബ്സിഡി എന്നുള്ള കൺസെപ്റ്റുകളാണ്. അവിടെയാണ് ഇടതുപക്ഷം ഒരു മുതലാളിത്ത ഭരണ സംവിധാനത്തിനകത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ഭരണമുള്ള ഇടതുപക്ഷം
ബദൽ വികസന നയങ്ങളുമായിട്ട് ജനക്ഷേമ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വിഷയത്തെ നേടേണ്ട കാര്യമില്ല. എന്നാൽ രാഷ്ട്രീയം നമ്മുടെ മുന്നിൽ വരും. ആ രാഷ്ട്രീയത്തിൽ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള അജണ്ടകൾ മുന്നോട്ട് വെക്കണ്ടേ? കാസർഗോഡ് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഹാഷ്മിയുടെ ശ്രദ്ധയിലും പെട്ടിരിക്കുമല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയും അതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് കുറെ കൂടി ഗ്രീൻ പ്രോട്ടോകോൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിനും വേണ്ടി കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കുടുംബശ്രീയിലെ പ്രവർത്തകരെ ഉപയോഗിച്ച് ഒരു ഫ്ലാഷ് മോബ് പ്രചരണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി. രാവിലെ കലക്ട്രേറ്റിൽ അത് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ കലക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു. അവരെ തൊട്ടടുത്തുള്ള മറ്റൊരു പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് പോയി അവിടെ ജനക്കൂട്ടമുണ്ട്. ഈ ഫ്ലാഷ് മോബ് ഈ സ്ത്രീകൾ അവതരിപ്പിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ വന്ന് ആ ഫ്ലാഷ് മോബിൻ്റെ അവതരണം തടസ്സപ്പെടുത്തുന്നു. അതിൽ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, എങ്ങോട്ടായി കേരളത്തെ കൊണ്ടുപോകുന്നത്? പെരുമാറുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. അല്ലാതെ UDF ആണോ, അത് കോൺഗ്രസ് ആണോ, ലീഗാണോ? ഞാൻ അതാ പറയാം, നിങ്ങളുടെ ആളുകളോട് അന്വേഷിച്ചോളൂ. ഇങ്ങനെ ഒരു കൂട്ടർ വന്നിത് തടസ്സപ്പെടുത്തുമ്പോൾ ഹാഷ്മി ഒരു കൂട്ടർ വന്നിത് തടസ്സപ്പെടുത്തുമ്പോൾ സംഭവിച്ചത് എന്താ? മറ്റൊരു കൂട്ടർ ഈ തടസ്സപ്പെടുത്താൻ വന്നവർക്കെതിരെ ഗോഘാതവുമായിട്ട് ഇറങ്ങുന്നു. കാസർഗോഡ് നഗരത്തോട് ചേർന്ന ആ പ്രദേശത്ത് യഥാർത്ഥത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരാണെങ്കിലും വളരെ പെട്ടെന്ന് അത് കമ്മ്യൂണൽ പോളറൈസേഷനിലേക്ക് പോകുന്നു. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ അത് സംബന്ധിച്ച് വിശദമായ ലേഖനമുണ്ട്. അത് തദ്ദേശവുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞ പ്രതികരണമാണ് ആദ്യം കേട്ടത്. അതായത് ഈ ജമാഅത്ത് താങ്കളുടെ ചോദ്യം എന്തിനാണ് ഈ വർഗീയ വൽക്കരണത്തെ കുറിച്ച് ഇടതുപക്ഷം പറയുന്നത്? നിങ്ങൾക്ക് വികസനം തന്നെ പറയാനുണ്ടല്ലോ എന്നാണ്. ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ ലീഗ് വർഗീയവൽക്കരിക്കപ്പെടുന്നു, ലീഗ് ജമാഅത്ത് വൽക്കരിക്കപ്പെടുന്നു എന്ന നറേറ്റീവ് കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞപ്പോൾ മുതൽ CPM തുടങ്ങുന്നതാണ്. അതങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പോയ കാലത്ത് നിങ്ങളുടെ ജമാഅത്ത് ബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ചോദ്യം, താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വികസനങ്ങളുടെ കാര്യം ഒരു അവകാശവാദങ്ങളുടെ മാർജിൻ വിട്ടാലും താഴെ പറയാനുണ്ടല്ലോ, പ്രകടമായ രീതിയിൽ താഴെ പറയാനുണ്ടല്ലോ. അതല്ലേ പറയേണ്ടത്? അതല്ലാതെ ജമാഅത്തൊക്കെയാണ് പറയേണ്ടത്. BPP കേരളീയ സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നതിൽ ഒട്ടും ആശങ്ക ഹാഷ്മിക്കില്ലേ? ജാതി, മതം, സമുദായം, വിശ്വാസം ഇത്തരം ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ മതനിരപേക്ഷ പൊതുബോധത്തെ ദുർബലപ്പെടുത്തി വർഗീയമായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഹാഷ്മി ഉൾപ്പെടെ മതനിരപേക്ഷതാവാദികൾ, ജനാധിപത്യവാദികൾ ആശങ്കപ്പെടേണ്ടതില്ലേ? അപ്പോൾ അത്തരം സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ടതില്ലേ? കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമ്മൾ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും എന്ന് കരുതേണ്ട പ്രസ്ഥാനങ്ങൾ ദൗർഭാഗ്യവശാൽ 4 വോട്ടിനും അധികാരത്തിനും വേണ്ടിയിട്ട് വർഗീയ ആശയങ്ങൾക്ക് അടിമപ്പെടുന്നതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണ്ടേ, വിമർശിക്കണ്ടേ? അത് ഗൗരവമായിട്ട് ഉയർത്തേണ്ട കാര്യമല്ലേ? കാര്യങ്ങൾ ഈ വികസനമെല്ലാം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? താങ്കൾ നിലനിൽക്കണമെങ്കിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണം. ജമാഅത്തെ ഇസ്ലാമിയും RSSഉം രണ്ടും ഒരുപോലെ കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിരിടാൻ രാഷ്ട്രീയമായിട്ടുള്ള ആയുധങ്ങൾ പോരാതെ വരുമ്പോൾ വർഗീയതയുടെ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. ഏതെങ്കിലും ഒരു കൂട്ടർ എന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 2 കൂട്ടരും ഒരുപോലെ കേരളീയ സമൂഹത്തെ അതിലേക്ക് കാസ പോലെയുള്ള നേരത്തെ അത്രത്തോളം പ്രകടമായ വർഗീയത പറയാതിരുന്ന കാസ പോലെയുള്ള ചില വർഗീയ സംഘടനകളും വരുന്നു മറ്റൊരു വിഭാഗത്തിൽ നിന്ന്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. ഇടതുപക്ഷത്തെ പോലെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കും. എന്തുകൊണ്ടാ അവരങ്ങനെ മാത്രം നിൽക്കുകയല്ല, RSS ആയിട്ട് മാത്രം നിൽക്കുകയല്ല, ജമാഅത്തെ ഇസ്ലാമി മാത്രമായിട്ട് നിൽക്കുകയല്ല, കാസയുമായിട്ട് മാത്രം നിൽക്കുകയല്ല. അവരെല്ലാം ഈ വർഗീയ സംഘടനകളെല്ലാം ഇടതുപക്ഷ വിരുദ്ധരായ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയാണ്. ആ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ വിരോധത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തെ ചെറുക്കാൻ മറ്റായുധങ്ങളില്ലാതെ വരുമ്പോൾ ഈ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും കേരളീയ മതനിരപേക്ഷ പൊതുബോധത്തിൽ ഉണ്ടാക്കുന്ന വലിയ ആഘാതത്തെക്കുറിച്ച്
വലിയ ആശങ്കയുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഓക്കെ വിപി, അതുകൊണ്ട് ആ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്. പറയേണ്ടതെന്നാണോ നിങ്ങളുടെ നിലപാട്? നിങ്ങൾ പറയൂ. അല്ല, എൻ്റെ നിലപാട് താങ്കൾ പറയുന്നതാണ് എൻ്റെ നിലപാട്. എന്ന് പറഞ്ഞാൽ കേരളം വർഗീയവൽക്കരിക്കപ്പെട്ടുകൂടാ, കേരളം മതാതീതമായി ജീവിക്കുന്ന മനുഷ്യരുടെ നാടാണ്, അതിനെ ഭിന്നിപ്പിക്കാൻ ഒരു മനുഷ്യൻ അനുവദിച്ചുകൂടാ. പക്ഷേ വി.പി. മുസ്തഫ ഇവിടെ വീണ്ടും ജമാഅത്ത് ഇസ്ലാമി ലീഗ് നറേറ്റീവിലേക്ക് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരുമ്പോൾ പോയ കാലം നിപ്പുണ്ട്. അവിടെ ഒരുപാട് നാൾ മുമ്പൊന്നുമല്ല, 96 മുതൽ 2011 വരെ ജമാഅത്ത് നിങ്ങൾക്ക് പരസ്യ പിന്തുണ നൽകിയതും വോട്ട് വേണ്ട എന്ന് പറയാത്തതും, 2009 ലോക്സഭയിൽ പിന്തുണച്ചതും വോട്ട് വേണ്ടെന്ന് പറയാത്തതും, ആ പിന്തുണകളെ ശ്ലാഘിച്ച് ജമാഅത്തിനെ വാഴ്ത്തി മുഖപ്രസംഗം എഴുതിയ കേരളത്തിൽ ഒരേ ഒരു പത്രത്തിന്റെ പേര് ദേശാഭിമാനിയാണെന്നതും, ജമാഅത്ത് നേതാക്കളുമായി സംസാരിച്ചതിന് ചെന്നിത്തലയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന് കണ്ണൂർ പഴയങ്ങാടിൽ ചോദിച്ച നേതാവിന്റെ പേര് പിണറായി വിജയനാണെന്നതും, ജമാഅത്തിന്റെ വോട്ട് വേണ്ടെന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ലെന്ന പറഞ്ഞ നേതാവിന്റെ പേര് പാലോളി എന്നാണെന്നും, തീവ്രവാദ പേര് പറഞ്ഞ ആര്യാടൻ ജമാഅത്തിനെ വിമർശിക്കുന്നത് സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടുള്ളത് കൊണ്ടാണെന്നും, സഭയിൽ പറഞ്ഞ നേതാവിന്റെ പേര് കൊടിയേരിയാണെന്നും ഒക്കെ ഇത് ഒരുപാട് നാൾ ഉള്ളതല്ല വി.പി. പിന്നെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്, അങ്ങനെ മാറും. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് കേരളത്തിൽ മൊത്തം എത്ര അംഗങ്ങളാണെന്നും അവരുടെ വോട്ട് ഒരു കൺസിഡറബിൾ വോട്ട് അല്ലെന്നും അറിയാത്തവരല്ല CPM-ഉം CVP-യും CMV പോകുന്നതൊക്കെ. അതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ബിൽഡിംഗ് ആണ്. മുകൾത്തട്ടിൽ ആ നറേറ്റീവ് ഉണ്ടാക്കുന്നു, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താഴെത്തട്ടിൽ 10-30,000 ബ്രാഞ്ച് കമ്മിറ്റികൾ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ഒരു വീട്ടിലേക്ക് 7,000 രൂപ വരെ വരുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ വോട്ടാണ്, അതൊക്കെ ക്ഷേമ പെൻഷനുകൾ വരുന്നു. നിങ്ങൾ കൂട്ടയടിയാണ്, ഇടിച്ചു മൂക്കുപരത്തിലാണ്. അതായത് ഇന്ന് മഞ്ചേരിയിൽ കണ്ടത് സീറ്റ് കിട്ടാത്തവർ വന്ന് ഓഫീസ് അടച്ചുപൂട്ടി താഴിടുന്നു. അടിയുടെ അമ്പ് വരുന്നാൾ നടത്തിക്കൊണ്ടാണോ CPM-നോട് തദ്ദേശത്തിൽ നിങ്ങൾ നേർക്കുനേർ നിൽക്കുന്നതും ജയിക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്നതും? സന്ദീപ്. ആഷ്മി, സാധാരണഗതിയിൽ CPM ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോഴാണ് കേരളത്തിൽ മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്ന ഒരു ന്യായവാദവുമായിട്ട് വരാറുള്ളത്, അത്തരമൊരു ക്യാപ്സ്യൂൾ ഇറക്കാറുള്ളത്. ഇവിടെ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് തോൽക്കുന്നതിന് മുമ്പ് തന്നെ മൈനോറിറ്റി കൺസോൾട്ടേഷനെ തങ്ങളുടെ പരാജയത്തിന്റെ കാരണമായിട്ട് ഇവിടെ VP മുസ്തഫ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തോൽക്കാൻ പോവുകയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം CPM-നുണ്ട്. CPM അതുകൊണ്ട് തന്നെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്ന ഒരു സംഭവം കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നുള്ള നല്ല ബോധ്യം CPM നേതൃത്വത്തിനുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. അതാണ് VP മുസ്തഫയോട് പറഞ്ഞു വെക്കുന്നത്. ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്തുകൊണ്ട് വന്നു? ഈ മൈനോറിറ്റി കൺസോൾട്ടേഷനെ കുറിച്ച് ഇവർ എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നു? ആ ആശങ്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന BJP അപ്പീസ്മെന്റ് ആണ്, RSS അപ്പീസ്മെന്റ് ആണ്. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമത്തിൽ എന്തേ ഇവർ സിദ്ധരാമയ്യയുടെ ആശംസാ സന്ദേശം വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് വായിക്കാതിരുന്നത്? എന്തേ അയ്യപ്പ ഭക്തനായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുടെ ആശംസാ സന്ദേശം ആവശ്യപ്പെട്ട് വായിക്കാതിരുന്നത്? അവരാരുടെ ആശംസാ സന്ദേശമാണ് വായിച്ചത്? യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വായിച്ച് കോൾമേർ കൊണ്ടവരല്ലേ CPM-കാർ? ഇവിടെ RSS പറയുന്നതിനേക്കാൾ വലിയ കൊടിയ വർഗീയത പറയുന്ന അതിന്റെ പ്രയോക്താക്കളായി പ്രചാരകരായിട്ട് CPM നേതാക്കൾ മാറിയിരിക്കുകയല്ലേ? അത്തരത്തിലുള്ള വർഗീയത എല്ലാ ദിവസവും പറയുന്ന ആളുകളെ മതേതരവാദികളെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ലേ ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ ചെയ്യുന്നത്? അപ്പോൾ ഈ നാട്ടിലെ ഇവിടുത്തെ മൈനോറിറ്റിക്ക്, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് CPM ഇപ്പോൾ RSS-ന്റെ ലൈൻ സ്വീകരിക്കുന്നു. RSS-ന്റെ രാഷ്ട്രീയം നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തിൽ ഇപ്പോൾ CPM നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. CPM-നെതിരായിട്ടുള്ള നിലപാടിലാണ് അവരുള്ളത്. അതിന്റെ ആശങ്ക അവർക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി മൈനോറിറ്റി കൺസോൾട്ടേഷൻ അവർക്കെതിരായിട്ടുണ്ടാകുമെന്ന ഭീതിയിൽ നിന്ന്, ആ തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ നിന്നാണ് അവരിപ്പോൾ വർഗീയതയുടെ രാഷ്ട്രീയവുമായിട്ട് വന്നിട്ടുള്ളത്. അത് RSS-നെ അപ്പീസ് ചെയ്യാനും RSS-ന്റെ വോട്ട് വാങ്ങാനുള്ളതാണ്. അതിന്റെ ഭാഗമാണല്ലോ ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം 8,000-ഓളം സീറ്റുകളിൽ, ഇവിടെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് പറഞ്ഞ BJP-ക്ക് സംസ്ഥാനത്തെ 8,000-ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അത് സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണോ? അല്ല. BJP-ക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, പക്ഷേ സ്ഥാനാർത്ഥിയാവാൻ എന്തുകൊണ്ട് ആളില്ലാത്തത് കൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് CPM-ഉമായിട്ടുള്ള ഒരു ധാരണ ഇതിനകത്തുണ്ട്. ആ ധാരണയുടെ ഭാഗമായിട്ടാണ് CPM ഇപ്പോൾ BJP-യുടെ രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുസ്തഫയുടെ വായന പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഈ പറയുന്ന ശബരിമലയിൽ ഒരു മാരകമായ ക്ഷേത്രക്കൊള്ള നടന്നു. ആ കൊള്ളയിൽ CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അകത്താണ്. കാര്യമൊക്കെ ശരിയാണ്. ഇനി അതും താഴെത്തട്ടിൽ പാവം ഭക്തരെ, വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് വോട്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഐക്യം വേണം സന്ദീപ്. അതില്ലാതെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അശ്മി, ഞാൻ അതിലേക്ക് വരാം, അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ ഈ ആദ്യഘട്ടത്തിൽ ശ്രീ VP മുസ്തഫ പറഞ്ഞല്ലോ, കാസർകോട്ട് ഒരു കമ്മ്യൂണൽ ഇഷ്യൂവിനെ, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ അദ്ദേഹം പറഞ്ഞത്?
ഈ നാട്ടിലൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട, അതില്ലാതെ നോക്കേണ്ടത്, അത് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഇവിടെ VPP മുസ്തഫ തുറന്നു പറഞ്ഞത്. ഞങ്ങളുടെ ആഭ്യന്തര മന്ത്രിക്ക് ഇതൊന്നും തടയാനുള്ള സമയമില്ല, ഞങ്ങളുടെ ഏജൻസികൾ പരാജയമാണ്, ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയമാണ്, ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. ഇതല്ലേ ഇപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായി എന്ന് ഞങ്ങളെ കുറ്റപ്പെടുന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അത് പരിഹരിക്കേണ്ടതും അത് വരാതെ നോക്കേണ്ടതും അത്തരമൊരു സാഹചര്യം ഇല്ലാതെ നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് നിങ്ങളുടെ ചാനലിലൂടെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ് VPP മുസ്തഫ. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനകത്തോ UDF-നകത്തോ ഐക്യമില്ല നിങ്ങൾ പറയുന്നു. ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ചരിത്രത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും നല്ല കോർഡിനേറ്റഡ് ആയി, ഏറ്റവും നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി ഈ മത്സരരംഗത്തിറങ്ങാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ അതല്ലെങ്കിൽ ഈ വളരെ വികാരപരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവും. ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും ഒരു വാർഡിൽ മത്സരിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അങ്ങനെ വരുന്ന സമയത്ത് വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഉണ്ടാവും. ഞങ്ങളെ ആരും വിളിച്ചിട്ട് നിങ്ങൾ ഈ ഇടത് സർക്കാരിനെ താഴെ ഇറക്കി അധികാരത്തിൽ വരാനിരിക്കുന്ന മുന്നണിയാണ് നിങ്ങൾ, അല്ലേ? പൂർത്തിയാക്കാം. ആ അധികാരത്തിലിരിക്കുന്ന മുന്നണി ഒരു വാർഡിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ നേതാക്കൾ ഇടിച്ച് മൂക്ക് വരത്തുക. അവിടെ വയനാട് ഈ പറയുന്ന അവിടുത്തെ പോസ്റ്റർ ബോയ് ആയിരിക്കുന്ന ഒരാൾ സീറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയി എന്താണ് വിമതനായി മത്സരിക്കുക, എന്നിട്ട് പ്രസംഗിക്കുക. നിങ്ങൾ ഈ ഇടത് സർക്കാരിനെ താഴെ ഇറക്കി അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അല്ല, തീർച്ചയായിട്ടും അശ്മി, ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് UDF-ൽ ഏറ്റവും വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ ഒരു UDF നേതാവും ഒരു വിമതനെയും വിളിച്ചിട്ട് തട്ടിക്കളയുമെന്നൊന്നും പറയുന്നില്ല. പാലക്കാട് ജില്ലയിൽ CPM-ന്റെ എത്ര വിമത സ്ഥാനാർത്ഥികളാണ്? പാലക്കാട് ജില്ലയിൽ ഉടനീളം CPM-ന്റെ വിമത സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ കണ്ടല്ലോ, അവിടെ തട്ടിക്കളയുന്ന ഭീഷണിയാണ്. വിമത സ്ഥാനാർത്ഥിയെ തട്ടിക്കളയുന്ന ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറിക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഓഡിയോ സന്ദേശങ്ങൾ നിങ്ങൾ പ്ലേ ചെയ്തല്ലോ. ഇപ്പോൾ എൻ്റെ നാട്ടിലൂടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 10 സ്ഥാനാർത്ഥികളാണ് CPM-ന്റെ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. PK ശശി വിഭാഗം മത്സരിക്കുന്നത്, കൊഴിഞ്ഞാമ്പാറയിൽ മത്സരിക്കുന്നു. അപ്പോൾ CPM-നകത്ത് ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള വിമത ശല്യവും വിമത സ്ഥാനാർത്ഥികളും വന്നിരിക്കുന്നു. അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. BJP-ക്കകത്ത് ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആത്മഹത്യ ചെയ്ത സഹപ്രവർത്തകൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ പെട്ടവനല്ല എന്ന് നെറികെട്ട രീതിയിൽ ഒരു ഹൃദയശൂന്യനായിട്ടുള്ള ഒരുത്തൻ അവിടെ പരാമർശം പോലും നടത്തി, അല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടി നടത്തുമോ? സ്വന്തം കൂടെ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാൾ തങ്ങളിൽ പെട്ടവനല്ല എന്ന് നിഷ്കരണം തള്ളിക്കളയാൻ, ആ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തള്ളിക്കളയാൻ BJP-യുടെ നേതൃത്വം ശ്രമിച്ചില്ലേ? അപ്പൊ ഇതെല്ലാം ഈ രണ്ട് മുന്നണികളുടെയും കാര്യമാണ്. UDF-നകത്ത് എത്രയോ നിങ്ങൾക്ക് ചരിത്രം, UDF-ന്റെ ചരിത്രം വളരെ ഡെമോക്രാറ്റിക് ആയിട്ട്, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി, എല്ലാവർക്കും സ്പേസ് ഉള്ള പാർട്ടിയാണ്, എല്ലാവരുടെയും ശബ്ദങ്ങൾ കേൾക്കുന്ന പാർട്ടിയാണ്. ഒറ്റ മിനിറ്റ് ആഷ്മി, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ ആത്മവിശ്വാസത്തോടെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊള്ളയടക്കം CPM നേതൃത്വം നേരിട്ട് ചെയ്ത കൊള്ളയാണെന്ന് തെളിഞ്ഞില്ലേ? CPM നേതാക്കന്മാർ ജയിലിലായില്ലേ? എന്നിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത്? ഒരു വശത്ത് ഈ സംസ്ഥാനത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തി RSS-ന്റെ ലൈൻ സ്വീകരിക്കുമ്പോൾ, മറുവശത്ത് ഈ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികളെ ഹൃദയത്തെ ഇവർ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇവർക്കിനി ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഈ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം. ഗോകുൽ ഗോപിനാഥ്, ഇവിടെ താരതമ്യേന ചെറിയ പാർട്ടിയും മുന്നണി എന്ന് പറഞ്ഞാൽ വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി നിങ്ങളാണെങ്കിലും മറ്റു മുന്നണികളെ വെല്ലുന്ന രീതിയിൽ അടികലശം നിങ്ങൾക്കുണ്ട്. പാലക്കാട് അടി, തൃശ്ശൂർ അടി, ഇപ്പം നിങ്ങൾ ഭരിക്കുന്ന പന്തളം നാട് കൂടിയാണ്. അവിടെ കൂട്ടയടി, തിരുവനന്തപുരത്ത് 1 2 ആത്മഹത്യ. എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരം നേരത്തെ സന്ദീപ് പറയുന്നവരുണ്ടെങ്കിൽ അതിന്റെ മെച്ചമെടുക്കാമെന്ന പ്രതീക്ഷ നിങ്ങൾക്കും വേണോ ഗോകുൽ? ഈ എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ മെച്ചമെടുക്കലല്ല BJP-യുടെ ഉദ്ദേശം എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. BJP-യുടെ ഉദ്ദേശം ജനങ്ങൾക്ക് എന്ത് മെച്ചം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്ത് അടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇവിടെ BJP കേരളത്തിനകത്ത് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജി, രാഷ്ട്രീയ നിലപാട്, അത് വികസന നിലപാട് കൃത്യമായി വെച്ച് കഴിഞ്ഞു. ജനങ്ങളുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ആ റെസ്പോൺസ് ഞങ്ങൾ ഓരോ ദിവസവും BJP-യുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രവർത്തകർ, സ്ഥാനാർത്ഥികൾ, ആ ഒരു ഊഷ്മളത, ആ ഒരു അടുപ്പം, ആ ഒരു ഇഴയടുപ്പം ജനങ്ങൾക്ക് BJP-യോട് കൂടി വരുന്നത് ഓരോ ദിവസത്തെയും ഞങ്ങളുടെ കാഴ്ചയാണ്. ആ കാഴ്ചയുടെ കാരണം അത് വികസനം എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയം. കഴിഞ്ഞ കാലങ്ങളിൽ വികസന മുരടിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന CPM-ഉം കോൺഗ്രസും, CPM-ന്റെ B ടീമായി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസും
എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ അവരുടെ വികസന വിരുദ്ധത അല്ലെങ്കിൽ ജനങ്ങളുടെ വികസന മുരടിപ്പ് എങ്ങനെയാണ് പരിപോഷിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കൽ നിന്ന് BJP കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയം, പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം, യുവാക്കൾക്ക് വേണ്ടുന്ന രാഷ്ട്രീയം, സ്ത്രീകൾക്ക് വേണ്ടുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അവിടെ നിങ്ങൾ പറയുന്നത് BJP കേരളത്തിൽ അപ്രസക്തമാണ് എന്ന രീതിയിലേക്കുള്ള വർത്തമാനങ്ങൾ ചിലകൾ പറയാറുണ്ട്. കേരളത്തിനകത്ത് BJP വിജയിക്കാൻ പോകുന്നു എന്ന വലിയ പ്രതീതിയാണ് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ആക്രമിക്കപ്പെടുന്ന പാർട്ടിയായി BJP നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏക മുദ്രാവാക്യം വികസനമാണെങ്കിൽ നിങ്ങൾ ഭരിച്ച മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ താങ്കൾ വരാൻ വൈകിയതുകൊണ്ട് ഡോക്ടർ VP മുസ്തഫ പറയുകയായിരുന്നു മാനവ വികസന സൂചികയിൽ കേരളത്തിൻ്റെ 1-ാം നമ്പറുകൾ, അത് കാലാകാലങ്ങൾ 1-ാം നമ്പറാണ്, കേരളം ബഹുദൂരം മുന്നിലാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാളെന്ന് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് സാക്ഷ്യം. നിങ്ങൾ ഭരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപടി സംസ്ഥാനങ്ങളുണ്ട്. ഏത് സംസ്ഥാനത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ വികസിപ്പിച്ച് അതിൻ്റെ ഇൻഡെക്സുകളിൽ, അതിൻ്റെ സൂചികകളിൽ, അതിൻ്റെ ദാരിദ്ര്യരേഖയിൽ, അതിൻ്റെ വിദ്യാഭ്യാസത്തിൽ, അതിൻ്റെ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഇങ്ങനെ ആക്കി, ഇതുപോലെ ആക്കണമെങ്കിൽ കേരളം BJP ഏൽപ്പിക്കൂ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒറ്റ സംസ്ഥാനം ഏതാ ഗോകുൽ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ചൂണ്ടിക്കാട്ടലുകൾക്കപ്പുറം ജനങ്ങൾ BJPയോട് വയ്ക്കുന്ന വിശ്വാസം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളല്ലേ സംരക്ഷണം നടത്തിയത്? ഇതാ അവിടെ കേരളത്തിൽ നിങ്ങൾ വികസനം മുന്നോട്ട്, ഞാൻ പറയുന്നത് പറയട്ടെ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം വികസനമാണെങ്കിൽ ശരി, ബീഹാർ ഞങ്ങൾ കഴിഞ്ഞ തവണ ഭരിച്ചു, ഇത്തവണയും ഭരിച്ചു, അത് കാരണം കേരളം ബീഹാറിനെ പോലെ ആക്കാം എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? കേരളം UP പോലെ ആക്കാം എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? കേരളം ഗുജറാത്തിനെ പോലെ ആക്കാം എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഈ സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ സൂചികളിൽ എത്രയോ പിന്നിലാണ് ഗൂഗിൾ. ഇവിടെ ഈ BJP ഉദ്ദേശിക്കുന്ന വികസനം എന്ന് പറയുന്നത് CPMകാരുടെ പോക്കറ്റിൻ്റെ വികസനമല്ല. അതുകൊണ്ട് കേരളത്തിലെ വികസനം എന്ന് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം കൃത്യമായി തന്നെ ഞങ്ങളത് ജനങ്ങളോട് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എന്താ UP പറഞ്ഞ പ്രശ്നം, പറഞ്ഞ എന്താ പ്രശ്നം? അല്ലല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വികസനം മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങൾ ഭരിച്ച ഇന്ന സംസ്ഥാനത്ത് കേരളത്തെക്കാൾ നമ്മൾ വികസനം ഉണ്ടാക്കി, അതിന്റെ ഉദാഹരണങ്ങൾ ഇന്നൊക്കെയാണ്, അതിന്റെ കേന്ദ്രത്തിന്റെ കണക്കുകളാണ് ഇന്നൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് ഗൂഗിൾ. ഫോൺ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരം നഗരസഭയുടെ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ മധ്യപ്രദേശിലെ ഇൻഡോർ നഗരസഭ, ആ മധ്യപ്രദേശിലെ ഇൻഡോർ നഗരസഭ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് ഞങ്ങൾ വയ്ക്കുന്ന മുദ്രാവാക്യം ഏതാ? മധ്യപ്രദേശിലെ ഇൻഡോർ നഗരസഭ, ഇൻഡോർ കോർപ്പറേഷൻ, ആ മാതൃകയിൽ തിരുവനന്തപുരം നഗരസഭയെ മാറ്റാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അവിടെ വന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയെ മാറ്റാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളത്. ഇതുപോലെ ഓരോ പ്രദേശത്തും അവിടുത്തെ തദ്ദേശീയമായ പ്രാദേശികമായ ആവശ്യങ്ങളും ആകുലതകളും പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു വികസനം. ഞാൻ പറഞ്ഞു ഇത്രയധികം സംസ്ഥാനങ്ങൾ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു മധ്യപ്രദേശിലെ ഇൻഡോർ നഗരസഭയാണോ പറയാനുള്ളത്? അത് പോട്ടെ, നമുക്ക് കുറച്ച് വിശദമായി ചർച്ച ചെയ്യാം അടുത്ത ഘട്ടത്തിൽ. എല്ലാം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ. CS സജീവൻ, ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ഒരു പ്രായമുള്ള എന്ന ചന്തയിൽ പോയി. അപ്പോൾ പ്രായമുള്ള അമ്മയോട് ചോദിച്ചു ആർക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇവിടെ ഈ പട്ടികളെ ഓടിച്ചുവിടാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ തെരുവുനായ പ്രശ്നം അവിടെ പ്രശ്നമുണ്ട്. തെരുവുനായ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, റോഡ്, വൈദ്യുതി തുടങ്ങിയ 1000 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതാകുമോ തദ്ദേശത്തിൽ കാര്യം തീരുമാനിക്കുക, അതോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ആരൊക്കെയോ വർഗീയമാകുന്നു, SDP വൽക്കരിക്കപ്പെടുന്നു, PM ശ്രീ, കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാകുമോ വോട്ടാവുക? CS സജീവൻ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമാണ് എന്നല്ല, അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുക. താങ്കൾ പറഞ്ഞ പോലെ പട്ടിശല്യം, അതേപോലെ റോഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. പിന്നീട് വ്യക്തികളോടുള്ള ബന്ധം, അത് ആ ഓരോ വാർഡിലും മത്സരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്കുള്ള സ്വാധീനം കുറേയൊക്കെ ഉണ്ടാകും. പക്ഷേ അതേസമയം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായ പരാജയത്തിൻ്റെ തിരിച്ചടിയുടെ പ്രതികരണമായിട്ട് UDF നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കിറ്റ് കൊടുത്ത് നേടിയ വിജയമാണ് എന്ന്. അത് യാഥാർത്ഥ്യമാണ്. കിറ്റ് കൊടുത്ത് നേടിയ വിജയമാണ്. ഇപ്പോൾ പറഞ്ഞ ബീഹാറിൽ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ബീഹാറിൽ എങ്ങനെയാണ് ഇത്രയും നേട്ടമുണ്ടാക്കിയത്? അവിടെ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള വളരെ ഉന്നതമായ കുറേ വാഗ്ദാനങ്ങളുണ്ട്. അതിനെ മറികടക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നൽകാൻ ഈ കോൺഗ്രസ് നയിക്കുന്ന അല്ലെങ്കിൽ RJD നയിക്കുന്ന മുന്നണിക്ക് പറ്റിയിട്ടില്ല. അവിടെ വോട്ട് ചോരി പ്രശ്നം മാത്രം പറഞ്ഞു തന്നു.
ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അവർക്ക് 1000 രൂപ കിട്ടുന്നൊരവസ്ഥയുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. ഇപ്പം ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രശ്നമാണ്. അതേപോലെ സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അവർ അത് സ്വാധീനിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ അവിടെ പ്രാദേശിക സംഭവങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ താങ്കൾ ആദ്യം തന്നെ ചോദിച്ചൊരു ചോദ്യം, എന്നോട് ചോദിച്ചതല്ല, ഈ സന്ദീപിനോടൊക്കെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പിന്നെ അത് അസ്കറിനോട് ചോദിച്ച ചോദ്യം, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ പ്രശ്നം ഉയർത്തുന്നത്? ഈ പ്രശ്നത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്, അത് സാമുദായിക വോട്ട് നേടുക തന്നെയാണ്. അത് 2021 ഈ LDF പയറ്റി തെളിഞ്ഞൊരു കാര്യം കൂടിയാണ്. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതൊരു കുറഞ്ഞ നെഗ്ലിജിബിളായിട്ടൊരു എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വെച്ചുകൊണ്ട് സുന്നി വിഭാഗത്തിൽ, പ്രത്യേകിച്ച് EK വിഭാഗത്തിൻ്റെ ഒരു മുഷാവറയിൽ അവർ പലപ്പോഴും പറയാറുള്ള കാര്യം, അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം, RSSനെ പോലെ തന്നെ തള്ളിക്കളയേണ്ട, ഒരിക്കൽ പോലും അടുപ്പിക്കാൻ പറ്റാത്ത വർഗീയവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു കൃത്യമായ നിലപാട്. അതോടൊപ്പം തന്നെ SDPയെ കുറിച്ച് NDFനെ കുറിച്ചൊക്കെ ഉള്ള നിലപാട് അതാണ്. അപ്പം അങ്ങനെയുള്ള നിലപാടുള്ള ഒരു വിഭാഗം, എല്ലാ സമസ്തക്കാരും അതേപോലെയാണെന്നല്ല, ലീഗിനെ പിന്തുണയ്ക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ മുക്കം ഉമർ ഫൈസി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം പോലും പത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് പറഞ്ഞുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പിന്തുണക്കാര്യം പറഞ്ഞുകൊണ്ട് EK വിഭാഗത്തിൽ നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ട് നേടിയെടുക്കുക തന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. അതിന് വേണ്ട എല്ലാ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരിക്കൽ പോലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശബരിമല പ്രശ്നം. ശബരിമല പ്രശ്നം വന്ന് ഇപ്പം വാസുവും അത് കഴിഞ്ഞിട്ട് പത്മകുമാറും കഴിഞ്ഞും മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടിയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ LDF നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, താങ്കൾ നേരത്തെ സന്ദീപിനോട് ചോദിച്ച പോലെ തമ്മിലടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് UDFന് മുന്നോട്ടേക്ക് വരാൻ പറ്റുമായിരുന്നു. സന്ദീപ് എത്രമാത്രം തമ്മിലടി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം, നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ കോൺഗ്രസ്സുകാർ തമ്മിലും ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഈ തമ്മിലടി വളരെ ഭീകരമായ രൂപത്തിൽ പോകുന്നുണ്ട്. അതവർക്ക് ഏതായാലും നല്ല കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ഐക്യപ്പെടാൻ അവർക്ക് കഴിഞ്ഞാൽ, ഐക്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഐക്യപ്പെടാൻ അവർക്ക് കഴിഞ്ഞാൽ അതവർക്ക് നേട്ടമുണ്ടാക്കും. BJPയുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. BJP തിരുവനന്തപുരത്തുള്ള ഈ 2 ആത്മഹത്യകളെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ലേ, മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്ന അടിയെക്കുറിച്ച് പറഞ്ഞില്ലേ, 8000 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ ആളില്ലാതാവുന്ന പ്രശ്നം. ആ സന്ദീപ് പറഞ്ഞ പോലെ LDFുമായിട്ട് ചേർന്നിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലപ്പോഴും അതിന് പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ഗുണമൊന്നും BJPക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം. ശ്രീ VP മുസ്തഫ, ഇവിടെ ഞാൻ താങ്കളിൽ നിന്ന് സന്ദീപിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന പിണറായി വിജയൻ, ഇപ്പോൾ ജമാഅത്ത് നേതാക്കൾ വന്ന് ചർച്ച നടത്തിയാൽ ചെന്നിത്തലയ്ക്ക് എന്തിനാ വേവലാതി എന്ന് പിണറായി വിജയൻ ചോദിച്ചതും, എന്താണ് ജമാഅത്തിൻ്റെ പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു എന്ന് P ശ്രീരാമകൃഷ്ണൻ പറയുന്നതൊക്കെ ഒരു കാലത്തിന് ചരിത്രം എന്ന് പറയും. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കൊടും ഭീകരവാദികളാണെന്ന് പറയുന്ന MV ഗോവിന്ദൻ മാടായിൽ ജമാഅത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയി പ്രസംഗിക്കുന്ന ചിത്രമൊക്കെ ഇപ്പം അതിപ്പോൾ ലഭ്യമാണ്. പോട്ടെ, അതൊരു കാലം. ആ ചിത്രം കാണിക്കാവോ? പോട്ടെ, അതൊരു കാലം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് മാടായി ഏരിയ സമ്മേളനത്തിൽ ജമാഅത്തിൻ്റെ വേദിയിൽ പോയി പ്രസംഗിക്കുന്നതാണ് MV 2004. പോട്ടെ, 2004 അക്കാലം. ഈ മുസ്തഫ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ജമാഅത്ത് പിന്തുണ ആർക്കായിരുന്നു? അമ്രാറാം ജയിച്ചതിന് ശേഷം അമ്രാറാം അവിടെ പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞു. തമിഴ്നാട്ടിൽ PR നടരാജനായിരുന്നു CPM സ്ഥാനാർത്ഥി, ജമാഅത്ത് പിന്തുണ നടരാജനായിരുന്നു, ജയിച്ചു. രാജസ്ഥാനിൽ തന്നെ അമ്രാറാമും ജമാഅത്ത് നേതാക്കളും ഒരുമിച്ചിരിക്കുന്ന സീതാറാം യെച്ചൂരി ഓർമ്മ സമ്മേളന ചിത്രം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നേ, വോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നേ. അപ്പോൾ ഇതൊക്കെ ഈ നാടിന് അറിയാവുന്നതല്ലേ. പെട്ടെന്ന് ജമാഅത്ത് ഒരു ഫൈൻ ഡേ, വൻ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ദഹിക്കുമോ VPP? അതിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പേ സന്ദീപ് പറഞ്ഞു, ഞാൻ കാസർകോട്ടെ കാര്യം പറഞ്ഞു, അത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ? സന്ദീപ് വാര്യർ ഓർമ്മിച്ചാൽ മതി, നേരത്തെ BJPയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നയാളാണല്ലോ. എന്താണ് കാസർകോട്ടെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്നും അവിടെ ഒരു ഭാഗത്ത് RSS സ്പോൺസർ ചെയ്യുന്ന
വർഗീയവാദികളും മറുഭാഗത്ത് മുസ്ലിം സപ്പോർട്ടുള്ള വർഗീയവാദികളും എങ്ങനെയാണ് തമ്മിലടിച്ച് 10ഓ 12ഓ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതും. അത് UDF ഭരണകാലത്താ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താ. ഒരു കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല. ഒരു കേസിലും പ്രതികളെ ദീർഘകാലം റിമാൻഡ് പോലും ചെയ്തില്ല UDF ഭരണകാലത്ത്. പക്ഷേ 2016 ശേഷം അവിടെ ചൂരിയിൽ ഒരു പള്ളിയിൽ RSSന്റെ ഈ ഗുണ്ടാസംഘം കയറി ഒരു മൗലവിയെ കൊലപ്പെടുത്തി. അതിനുശേഷം സന്ദീപെ 2016 തൊട്ട് 2025 വരെ ഈ 9.5 വർഷക്കാലമായി കാസർഗോട്ട് ഒരൊറ്റ വർഗീയ അസ്വസ്ഥതയും ഉണ്ടായില്ല. ഒരു വർഗീയ കൊലപാതകവും നടന്നില്ല. 9.5 വർഷമായിട്ട് ഒരാളെയും കൊലപ്പെടുത്തില്ല. എന്തുകൊണ്ടാ? ചൂരിയിലെ മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ 3.5 വർഷക്കാലമാണ് റിമാൻഡ് തടവിലിട്ടത്. വിചാരണ കാലയളവിൽ ഒരു ദിവസം പോലും ജാമ്യം കൊടുത്തില്ല. പുറത്തിറങ്ങിയ പ്രതികൾ RSSൽ തമ്മിലടിച്ച് BJPയുടെ ഓഫീസിന് പൂട്ടിട്ട് BJPയിൽ അവിടെ പ്രശ്നമായി. ഇത് സന്ദീപിന് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 9.5 വർഷം പിണറായി കൈകാര്യം ചെയ്തപ്പോൾ തമ്മിലടിച്ച് ആളുകളെ കൊന്നിരുന്ന കാസർഗോഡ് നഗരം ശാന്തമായി. അതുകൊണ്ട് ഈ 24 ചാനലിന്റെ പ്രവർത്തകർക്ക് പോലും കാസർഗോഡ് നഗരത്തിൽ രാത്രിയിൽ ഇറങ്ങി നടക്കാം ആഷ്മി. ഇല്ലെങ്കിൽ 7 മണിക്ക് ശേഷം കാസർഗോഡ് നഗരം ഉറങ്ങിപ്പോകുമായിരുന്നു. ഇപ്പോൾ അതല്ല. അതുകൊണ്ട് അത്ര ചെയ്തു. ഇന്നലത്തെ സംഭവത്തിലും അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ പോലീസ് എത്തി കുഴപ്പമുണ്ടാക്കിയവരെ പിടിച്ചുകൊണ്ടുപോയി കേസ് ചാർജ് ചെയ്തു. പോലീസ് സോമോട്ടോ തന്നെ കേസെടുത്തു, നടപടികൾ. അതുകൊണ്ട് അത് വേറെ സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല. പഴയ കാലമായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ 3ഓ 4ഓ ദിവസം കാസർഗോട്ട് ഹർത്താലും അതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളുമുള്ള സംഭവമായിട്ട് അത് വികസിക്കുമായിരുന്നു. ചെയ്തില്ല. അതാണ് ഒരു കാര്യം. 2, ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. ജനാധിപത്യം എന്താണ് സർ? ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യം അത് അവരവരുടെ കമ്മിറ്റിയിൽ ഘടകത്തിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞവന്റെ മൂക്കിനിടിച്ചിട്ട് ചവിട്ടി തള്ളുന്നത് എന്ത് ജനാധിപത്യമാണ് സർ? വിരട്ടുന്നതോ? നിങ്ങളുടെ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ ചെയ്യുന്നത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയരുത്. ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പറയൂ, ഞാൻ ഇടപെടില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയരുത്. അതിൽ കാണിക്കുന്നത് അനാർക്കിക് പ്രവണതകളാണ്, അരാജക പ്രവണതകളാണ്. നിങ്ങൾ ഈ തമ്മിലടിയെയും ഈ ഗുണ്ടാവാഴ്ചയെയും ഇതിനെയെല്ലാം ജനാധിപത്യമാണ്, ഞങ്ങളൊരു വിശാല ജനാധിപത്യം, ഇതല്ലല്ലോ ജനാധിപത്യം. ഓരോരുത്തർക്കുമുള്ള അഭിപ്രായങ്ങൾ നിർഭയം പറഞ്ഞ് എല്ലാ അഭിപ്രായങ്ങളും ചേർന്നുകൊണ്ട് യോജിച്ചോ അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രകാരമോ ഒരു തീരുമാനമെടുത്ത് അത് പിന്നെ എല്ലാവരും കൂടി നടപ്പിലാക്കുന്നതാണ് ജനാധിപത്യം. അല്ലാതെ ഈ തമ്മിലടിയെയും ഗുണ്ടാരാജിനെയും എതിരഭിപ്രായം പറയുന്നവരെ ഇങ്ങനെ വേട്ടയാടുന്നു എന്നിട്ട് അതൊക്കെ ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്ന് കോൺഗ്രസിന് വിശേഷം കൊടുക്കരുത്. അതിൻ്റെ പ്രശ്നമാണ് സന്ദീപ് വാര്യറിനുള്ളത്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എന്താ? അത് കുറച്ച് ഹാഷ്മിയും ഇപ്പോൾ 2ാം റൗണ്ടിൽ എന്നോട് ചോദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് ചേർക്കുന്നത് എന്താ? കേരളത്തിൽ CPM എന്തോ ഒരു വലിയ ഇസ്ലാമിക് ഫോബിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളെ ഭീതിപ്പെടുത്തി എന്തോ ഒരു ഹിന്ദു പ്രീണനം ഉണ്ടാക്കാൻ, ഭൂരിപക്ഷ പ്രീണനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ നരേഷൻ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ 1 വർഷത്തിലധികം കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും ഹാഷ്മിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ, പഴയ ഒരു SFI-കാരൻ കൂടിയല്ലേ, ആലോചിച്ച് നോക്കി. ഇപ്പോഴും കേരളത്തിൽ BJPക്കെതിരെ RSSനെതിരെ ഒരു വാക്കെങ്കിലും പറയാത്ത ഏത് CPM യോഗമാണ് നടക്കുന്നത്? താഴെ ബ്രാഞ്ചിൽ അതുകൊണ്ട് വലിയ സംസ്ഥാന പൊതുയോഗം വരെ നടക്കുമ്പോൾ സംസാരിക്കുന്ന എല്ലാ നേതാക്കളും പ്രസംഗിക്കുന്നവരെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏതിനെക്കുറിച്ചാണ്? ഒരു 40 മിനിറ്റ് പ്രസംഗമുണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് അരമണിക്കൂറിലേറെ നേരം RSSനെ കുറിച്ചാണ്, BJPയെ കുറിച്ചാണ്. കേട്ടു നിൽക്കുന്ന CPMകാരല്ലാത്ത പലരും പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. കണ്ടില്ലേ, അരമണിക്കൂർ RSSനെ കുറിച്ച് പറഞ്ഞു, ഒരു 5 മിനിറ്റെങ്കിലും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പോലും ചർച്ചകൾ നടക്കുന്ന ആഷ്മി മനസ്സിലാക്കാത്തതല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ മുഖ്യ ശത്രു അത് ഡോക്ടർ VPP, എന്റെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല. ഞാൻ എണ്ണി പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി ഒന്നുമില്ല. ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കവുമില്ല. VPP, ഞാൻ എണ്ണി പറഞ്ഞതിൽ CPM BJP വോട്ട് വാങ്ങലിന്റെയും വോട്ട് ആ ബന്ധത്തിന്റെ ചരിത്രം ഞാൻ ഒറ്റ പോലും ഞാൻ വസ്തുതാവിരുദ്ധ പറഞ്ഞ എല്ലാ രേഖകളും ഉണ്ട്. ഞാൻ പറയുന്നത് ആ പോയ കാലം ഞങ്ങൾക്ക് പിഴച്ചുപോയി. ഞങ്ങൾ ആ കാലത്ത് ജമാഅത്തിന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ അവരെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പിണറായി വിജയൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ കൊടിയേരി സഭയിൽ ആര്യാടൻ ഈ ജമാഅത്തിനെ ഭീകര സംഘം വിളിച്ചപ്പോഴേക്കും അത് ഹിന്ദുത്വ ഫാഷിസം കൊണ്ടാണെന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് തിരുത്തിയിട്ട് പറയണ്ടേ? അതല്ല രാഷ്ട്രീയ. ഞാനത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഹാഷ്മിയുടെ ഈ അവതരണത്തിലൂടെയും നേരത്തെ സന്ദീപ് വാര്യറും ശ്രമിക്കുന്നത് ഞങ്ങൾ എന്തോ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ട് എന്ന് വരുത്തി മറുപടി ഇല്ലെങ്കിൽ എന്നെ
മറുപടി ഇല്ലെങ്കിൽ ആരോപണം പറയരുത്. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂതകാലത്ത് ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ആരോപണമല്ല. ഹാഷ്മി ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയില്ലെന്ന് പറയോ? ഹാഷ്മി പറഞ്ഞ വസ്തുതകൾ വെച്ചിട്ട് തന്നെയാണ് ഞാനും പറയുന്നത്. എന്തുകൊണ്ടാണ് RSSനെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രചരണത്തെ കുറിച്ച് പറയാതെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത് ഹാഷ്മി. അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞതിൽ വസ്തുത പിഴവുണ്ടോ? ഇപ്പൊ ഈ 2 റൗണ്ടിലും എന്നോടുള്ള ചോദ്യത്തിൽ എന്താ നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞ വസ്തുത പിഴവുണ്ടോ? അല്ല ഞാൻ പറഞ്ഞ അമറാറാം ജമാഅത്തിന്റെ ഓഫീസിൽ പോയിട്ടില്ല എന്ന് പറയാവോ? അമറാറാം ജമാഅത്തിന്റെ പിന്തുണ വാങ്ങിയിട്ടില്ല എന്നങ്ങ് പറയാവോ? പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നങ്ങ് പറയാവോ? കോടിയേരി അങ്ങനെ എന്നങ്ങ് പറയാവോ? പറയാൻ കഴിയില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്റെ ചോദ്യവും അല്ലാതെ ഞാൻ പറഞ്ഞേട്ടെ, നിങ്ങൾ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ കൃത്യമായിട്ട് ഹാഷ്മി ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആവർത്തിക്കുന്നതിന്റെ ഇതിപ്പോ 3-ാം റൗണ്ടിലാണ് ആവർത്തിക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ, ഇതേ വാചകങ്ങൾ. ഇത് ഞാൻ പറഞ്ഞത് വസ്തുതയല്ലേ എന്ന് താങ്കൾ ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് CPM നേതാക്കൾ ഇപ്പോൾ RSSനെ കുറിച്ച് പറയുന്നില്ല, BJPയെ കുറിച്ച് പറയുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ ഞാൻ പറയാത്ത കാര്യമാണെന്ന് പറയുന്നത്. എന്റെ ചോദ്യം എന്താണ്? എന്റെ ചോദ്യം ആ പോയ കാലത്ത് ജമാഅത്തുമായി പുലർത്തിയിരുന്ന ബന്ധം അത് ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ്, തെറ്റാണ്. ഞങ്ങൾ പിന്നെയാണ് തിരിച്ചറിഞ്ഞ് ഇവർ മതമൗലികവാദികളും ഇവർ ഈ ഭീകര സംഘടന ഞങ്ങൾ തിരിച്ചത് പിന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൂടെ? അതല്ല ഒന്നുകൂടെ ക്ലാരിറ്റി എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് യാതൊരു പ്രശ്നമില്ല. VPP ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയെ CPIM ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രം വിമർശിക്കുന്നു എന്ന് പറഞ്ഞു തീർത്ത് ഞങ്ങൾ എന്തോ ഇസ്ലാമിക് ഫോബിയ വളർത്താൻ ശ്രമിക്കുന്നവരാണ് എന്ന നരേഷൻ ഉണ്ടാക്കുന്നത്. അത് സന്ദീപ് വല്ലാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമാണ്. ഞങ്ങളുടെ വിശദീകരണം മുഴുവൻ മുഖ്യ ശത്രു BJPയും RSSും അതിൻ്റെ വർഗീയതയ്ക്കുമെതിരെ തന്നെയാണ്. അതിനെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത സമരം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. 8000 സീറ്റിൽ അവർ മത്സരിക്കാത്തത് എൻ്റെ പഞ്ചായത്ത് സന്ദീപ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ എൻ്റെ തൊട്ടടുത്ത വാർഡ് പൂവളപ്പ് വാർഡ് അവർ സ്ഥാനാർത്ഥിയെ നിർത്തി. BJP അവർക്ക് അവിടെ ഇല്ല, BJP ഇല്ല ആ വാർഡിൽ. വേറെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് പക്ഷെ നിർദ്ദേശിക്കാൻ വാർഡുന്ന ആൾ വേണമല്ലോ. നാട്ടിലില്ലാത്ത 6 മാസമായി ഗൾഫിൽ പോയ ഒരാളുടെ വ്യാജ ഒപ്പിട്ടിട്ടാണ് BJP ഈ കൈക്കോട്ടയുടെ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തത്, പൂവളപ്പ് വാർഡിൽ സ്ഥാനാർത്ഥിയെ കൊടുത്തത്. ഇന്നലെ അത് തള്ളിപ്പോയിരിക്കുകയാണ്. അങ്ങനെ തള്ളിപ്പോയതിന് CPM എങ്ങനെ പിഴക്കും? എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. പോയ കാലത്ത് ജമാഅത്തുമായി പുലർത്തിയ ബന്ധങ്ങൾ തെറ്റിപ്പോയി എന്ന് പറയാമോ? ഒറ്റ വാക്കിൽ പറയാം, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതെല്ലാം ഈ ചർച്ചയിൽ വന്ന വിഷയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നുള്ളൂ. ഈ ചർച്ചയിൽ നിങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. സന്ദീപും ഹാഷ്മിയും ഉയർത്തിയ കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും BJPക്ക് വാർഡുകളിൽ ആളില്ലാതെ ആള് കൊഴിയല്ലോ. ഇപ്പൊ സന്ദീപ് തന്നെ BJPയിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഒരാളല്ലേ. അങ്ങനെ BJPക്ക് ആളില്ലാതെ CPM-ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണോ സന്ദീപ് കൊഴിഞ്ഞു പോയത്? അതിന്റെ പേരിലാണോ? BJP എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു കേരളത്തിൽ എന്ന് താങ്കൾക്കറിയാമല്ലോ. എങ്ങനെയാണ് താങ്കളുടെ പഴയ സഹപ്രവർത്തകർ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്? അതുകൊണ്ട് അക്കാര്യത്തിൽ BJPയുമായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റുമുട്ടലിന് BJPക്കെതിരായിട്ട് ആശയപരമായും കായികമായി ചെറുക്കേണ്ടടുത്ത് അങ്ങനെയും ചെറുക്കുന്നതിൽ CPM അല്ലാതെ മറ്റൊരാളുമില്ല. ഞങ്ങളൊരു ശാഖക്കും കാവൽ നിന്നിട്ടില്ല. ഞങ്ങൾ RSSന് കാവൽ നിൽക്കുന്നവരാണ് എന്ന് ഞങ്ങളുടെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ. ഇനി മറുഭാഗത്ത് എന്താ കൃഷ്ണം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മുസ്ലിം ലീഗിനൊക്കെ ഹാഷ്മിക്കും അറിയാവുന്നതാണല്ലോ. നേരത്തെ അവരൊരു മതരാഷ്ട്രീയം, സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും പൊതുവേ ഒരു സെക്കുലർ ഫാബ്രിക് അതിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ നിലനിർത്തിയിരുന്നു. പക്ഷെ എങ്ങനെയാണ് പാണക്കാട് തങ്ങൾ ഹാഗിയ സോഫിയ വിഷയത്തിൽ എന്താണ് പറഞ്ഞു വരുന്നത്? ഗോകുൽ ഗോപിനാഥ് പറയേണ്ട വാദം അങ്ങ് പറയല്ലേ? ഗോകുൽ ഗോപിനാഥ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോകുൽ ഗോപിനാഥിന്റെ പാർട്ടി പറയുന്ന വാദം അങ്ങ് പറയല്ലേ? VPP എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അവർ നല്ലവരും മുഖപ്രസംഗത്തിൽ ശ്ലാഘിക്കപ്പെടേണ്ടവരും, ജമാഅത്ത് UDFന് പിന്തുണ കൊടുക്കുമ്പോൾ ഭീകരവാദികളുമാകുന്ന മാജിക്ക് മാത്രം മനസ്സിലാവുന്നില്ല VPP. എന്റെ ചോദ്യം നേർക്കുന്നവരാണ്, ഒരു കൺഫ്യൂഷൻ അതില്ല. നേർക്കുനേരെ തന്നെയാണ് ഞാനും പറയുന്നത്. കേൾക്കുമ്പോൾ താങ്കളുടെ വാദത്തെ, താങ്കളുടെ ചോദ്യത്തിന്റെ പൊള്ളത്തരത്തെ പറയുമ്പോൾ താങ്കൾ പിന്നെ ഞാൻ നേർക്കുനേരെ ചോദിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഹാഷ്മിയുടെ ഈ കുരുട്ട് ചോദ്യത്തിനുള്ള കൃത്യമായ വിശദീകരണം ഞാൻ നൽകുന്നുണ്ടെന്ന്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്താ? ശരി, ഇന്നലെ മിനിഞ്ഞാന്ന് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ EK വിഭാഗം സമസ്ത സുന്നിയുടെ പൊതുയോഗം നടന്നു.
പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ അവിടെ സമസ്തയുടെ നേതാവ് ആരെക്കുറിച്ച് ഹാഷ്മി പ്രസംഗിച്ചത്? മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കരുത്, അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കരുത് എന്ന് EK വിഭാഗം പറഞ്ഞു. ഒരു തർക്കമില്ല ഡോക്ടർ VP, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, അവർ നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അവർ മുഖപ്രസംഗത്തിൽ പേരെഴുതേണ്ട സഹായിക്കപ്പെടേണ്ട സംഘടനയും അവർ UDF, എന്റെ പ്രശ്നം ജമാഅത്തിന്റെ മെറിറ്റ് അല്ല. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ അവർ നല്ലവരും, UDF 2019 മുതൽ UDF പിന്തുണ കൊടുക്കുമ്പോൾ അവർ ഭീകരവാദികളാകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ ചോദ്യം. ഞാൻ ഹാഷ്മി കുറച്ചുകൂടി വായിച്ചൊക്കെ പറയുന്ന ഒരാളാണല്ലോ. ഹാഷ്മി ഈ ദേശാഭിമാനി മുഖപ്രസംഗം ഇങ്ങനെ മൂന്നാമത്തെ തവണ ആവർത്തിക്കുകയാണ്. ഹാഷ്മി ആ മുഖപ്രസംഗം തികച്ചും വായിച്ച ഒരാളാണല്ലോ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിലെ ദിനപത്രം വോട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗം ദേശാഭിമാനിയില്ല. അതിൽ ജമാഅത്തിന്റെ സ്വഭാവമൊന്നുമല്ല. ജമാഅത്ത് എന്താണ്? ജമാഅത്തും ക്രൈസ്തവ ഏതോ സഭയും വോട്ട് നൽകിയതിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്ന മുഖപ്രസംഗ. പാർട്ടിയുടെ നിലപാട് പറയുകയാണ് പാർട്ടി മുഖപ്രസംഗത്തിൽ. അതിനകത്ത് ജമാഅത്തിന്റെ സ്വഭാവം പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതേ മുഖപ്രസംഗത്തിലെ താങ്ക്സ് ഗിവിംഗ് മുഖപ്രസംഗ. അപ്പൊ അത് ശരി, അത് പറയണ്ട നിങ്ങൾ. അല്ലല്ല ഹാഷ്മി, ഇതെന്തൊരു പൊട്ട ന്യായമാണ്? ഒരു മുഖപ്രസംഗം നിങ്ങൾ എടുക്കുന്നു, ഒരു മുഖപ്രസംഗത്തിൽ താങ്കൾ ഉദ്ധരിക്കുന്ന 2 വരി മാത്രമാണോ ഉള്ളത്? നന്ദി പറയുന്ന 2 വരി മാത്രമാണോ ഉള്ളത്? ദീർഘമായ ഒരു മുഖപ്രസംഗമല്ലേ? ആ മുഖപ്രസംഗത്തിൽ ഈ നന്ദി പറയുന്നതിന് മുമ്പേ ആ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വിശദീകരിക്കുന്ന, ആ പ്രസ്ഥാനത്തോടുള്ള CPIM-ന്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്ന വാചകം അത് പോട്ടെ എന്ന് പറയുന്നത് എന്ത് നിലപാടാ? ഒരു മുഖപ്രസംഗത്തിൽ നിന്ന് ഒരു വരി അല്ല, നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് നന്ദി പറയുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്. ഒരു ആ മുഖപ്രസംഗത്തിൽ ഒരു ഭീകരവാദം പറയുന്നില്ല. ഇപ്പോഴാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എത്ര ചോദിച്ചാൽ അങ്ങനെ മറുപടി കഴിയില്ല. എനിക്കറിയാം, മനസ്സിലാവും. ഇതൊക്കെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു മത ഫണ്ടമെന്റലിസ്റ്റ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി ഒരു മതമൗലികവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു മതമൗലികവാദ പ്രസ്ഥാനമാണ്. എന്നാൽ ഇന്ന് ആ മുഖപ്രസംഗത്തിൽ എടുക്കാൻ ധൈര്യമുണ്ടോ? അത് വായിച്ചു കൊടുക്കാൻ എന്താണ് പറയുന്നത്? ഇപ്പോ അത് വായിക്കൂ, ആ വാചകം വായിക്കൂ. എവിടെ വായിക്കുന്നു? എവിടെ പറയുന്നു? മതഭീകരവാദ ഫണ്ടമെന്റൽ എവിടെ? എന്താ? ഞാൻ അയച്ചുതരാം, ഞാൻ അങ്ങനെ അയച്ചുതരാം. മൊത്തം ഞാൻ അങ്ങനെ അയച്ചുതരാം. ഇതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി മതഭീകരവാദ വർഗീയ പ്രസ്ഥാനം കാണിക്കുന്ന ഒറ്റ വരി കാണിച്ചു തരാമോ? പറയല്ലേ? തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന് തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനം പുറത്തു വന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് അവർ ഈ തീരുമാനം കൈക്കൊണ്ടത്. തീരുമാനത്തിന്റെ അടിസ്ഥാനം അവരുടെ നിഗമനം ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിക്കും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷ ആ പാർട്ടി വഞ്ചിച്ചു, ടാഡ പോലെ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു, അഴിമതി ദേശീയ സംസ്കാരമാക്കി, തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വം തയ്യാറായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ദുരാഷ്ട്രവാദമോ മതരാഷ്ട്രവാദമോ ഭീകരവാദമോ ഒന്നും പറയുന്നില്ല നമുക്ക് പ്രശ്നത്തിൽ. ഞാൻ അയച്ചുതരാം. അയച്ചു ഞാൻ ആ വാചകം വായിച്ചുതരാം. ഇത് നേരത്തെയും ഹാഷ്മി, ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നതുകൊണ്ടാ, നേരത്തെയും പലതവണ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലും ഈ മുഖപ്രസംഗം എത്രയോ തവണ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ധരിച്ചതും ഞാൻ അതിനകത്തുനിന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്ന വാചകം, അതിന്റെ സ്വഭാവത്തെ കുറിച്ച് ദേശാഭിമാനിക്കുള്ള നിലപാടിന്റെ വാചകം വായിച്ചതുമാണ്. ആ വായിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും താങ്കൾ അതിന് മുമ്പേയുള്ള ഈ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് താങ്കൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകി എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. താങ്കൾ ഇപ്പോ ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകി, നിങ്ങൾ വോട്ട് വാങ്ങി എന്നാൽ തർക്കമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹാഷ്മിയോട് ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെ കുറിച്ച് അന്നും നിങ്ങൾ വോട്ട് വാങ്ങിയോ? അപ്പൊ അന്ന് സ്വഭാവം അറിഞ്ഞിട്ടാണോ വോട്ട് വാങ്ങി? താങ്കൾ വായിക്കുന്നില്ല. അന്ന് സ്വഭാവം അറിഞ്ഞിട്ടാണോ വോട്ട് വാങ്ങി? ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയത്? അതുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയേ? ഒരു സംശയവുമില്ല. അത് അറിഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങിയോ? അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടാണ് എഴുതിക്കൊണ്ട് അന്നും അവർ അത്തരം മതമൗലികവാദ സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെടുത്ത നിലപാടിനോട് ഈ സമീപനം പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ വഴികളുണ്ട്. എല്ലാ ചോദ്യങ്ങളും മറുപടി പറയാൻ കഴിയില്ല. എല്ലാ പാർട്ടികൾക്കും കാണിക്കൂ.
ശരി. അല്ലെ ഞാൻ പറഞ്ഞ എല്ലാ പാർട്ടികൾക്കും ധാർമ്മിക ഇല്ലല്ല, ധാർമ്മിക ഞാൻ പ്രശ്നമുണ്ട്. കൃത്യമായിട്ട് മറുപടി ഇത് തരാൻ പ്രാക്ടിക്കൽ പോലെ. രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അങ്ങനെയൊന്നും അതുകൊണ്ടാണ്. ആക്ഷേപിക്കരുത്. ഹാഷ്മി ഓ, ഞാൻ ആക്ഷേപിച്ചില്ല. ഹാഷ്മി ചർച്ചയിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ ആക്ഷേപിച്ചില്ല. ഞാൻ കൃത്യമായിട്ട് പിന്നെ എല്ലാവർക്കും മറുപടി പറയാൻ കഴിയില്ല എന്നൊക്കെ താങ്കൾ എങ്ങനെയാ പറഞ്ഞു പോകുന്നത്? താങ്കൾ എങ്ങനെയാ പറഞ്ഞു പോകുന്നത്? നിങ്ങൾ പോയ കാലത്ത് ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയതാണ്. അത് താങ്കൾ തർക്കമുണ്ടോ? അല്ലല്ല, അങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. ആരെ ആക്ഷേപിച്ചു? VPP ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പോയ കാലങ്ങളിൽ ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയത് തർക്കമുണ്ടോ? അല്ലല്ല, ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, അതിൽ തർക്കമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് താങ്കൾ ഇവിടെ ഉദ്ധരിച്ച ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം, ആ വരി വായിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് അയച്ചു തരാം. താങ്കൾ ഇപ്പൊ പറഞ്ഞതാണ്. ഞാൻ അയച്ചുതരാം. പക്ഷെ നിങ്ങൾ വോട്ട് വാങ്ങിയ കാര്യം പറയുന്നത്. ഞാൻ വായിച്ചു തരാം. ശരി, പക്ഷെ ശരി, ഇനി അങ്ങനെ ഉണ്ടെന്ന് വെക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഭീകരവാദികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങി, അത് അതിലും വലിയ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ എന്തോ ഇപ്പൊ നിലപാട് പറഞ്ഞാൽ എന്താ അർത്ഥം? പോട്ടെ, നമ്മൾ ഞാൻ പറയുന്നത് താങ്കൾ തന്നെ ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായിട്ട് വിശദീകരിച്ചു. അങ്ങനെ എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ്? ജമാഅത്തിന് അന്ന് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങളെ പിന്തുണച്ചു, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ UDF പിന്തുണയ്ക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാനാണ്. ഓക്കെ, ശരി. അതാണ് EK വിഭാഗം. ഓക്കെ, എനിക്ക് ഇടവേള വിഭാഗം സമസ്ത അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പാണക്കാട് സാദിഖ് അലി തങ്ങളുള്ള വേദിയിൽ പ്രതിഷേധിച്ചത്. ഞങ്ങൾ മാത്രമല്ല UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ എതിർക്കുന്നത്. ശരി, അത് പറഞ്ഞു. അതൊക്കെ ശരിയാ. മാത്രം ഇന്നും നിലപാടുണ്ടായി ജമാഅത്തെ കൂട്ടുകൂടുന്നത് ലീഗ് എന്നുള്ള കാര്യം. സന്ദീപ് വാര്യർ, ഞാനും VPP എത്ര തർക്കിച്ചാലും അതിന് മറുപടി വരില്ല. കാരണം VPPക്ക് അറിയാം, CPM അറിയാം, MP ഗോവിന്ദന് അറിയാം, പിണറായി വിജയൻ അറിയാം, പോയ കാലങ്ങളിൽ വോട്ട് വാങ്ങിയതാണ്, അതിന് അക്നോളജ് ചെയ്താണെന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ്, ഇവിടെ നറേറ്റീവ് ബിൽഡിംഗ് ആണ്. സാധാരണ നിയമസഭയിലേക്കാണ് നറേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ തദ്ദേശത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് പകരം വെക്കാൻ നറേറ്റീവ് ഉണ്ടോ സന്ദീപ്? നിങ്ങൾക്ക് പകരം വെക്കാൻ നറേറ്റീവ് ഉണ്ടോ? അശ്മി, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കൊരു കുറച്ചധികം സമയം തരണം. കാരണം ഈ സമയത്ത് മുഴുവൻ VPP സമയം അങ്ങേയും തമ്മിലുള്ള തർക്കത്തിന് മൂകസാക്ഷിയായിട്ടിരിക്കേണ്ടി വന്ന ഒരു ദൗർഭാഗ്യവാനാണ് ഞാൻ. ഇവിടെ VPP മുസ്തഫ എന്ത് വന്നാലും ഇനി യാഷ്മി ആ സ്റ്റുഡിയോയിൽ ശീർഷാസനത്തിൽ നിന്നാൽ പോലും അദ്ദേഹം സത്യം പറയില്ല എന്നുള്ളത് തീർച്ചയാണ്. സത്യം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം സത്യം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെയാണ്, സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും, ഇല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കും. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ VPP മുസ്തഫ ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ആ മൗനം പാലിച്ചോട്ടെ. അതാണ് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്നുള്ള സംരക്ഷണത്തിന് ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം കഷ്ടാവും. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? കോൺഗ്രസിനെതിരെ ആരോപിച്ചത് കോൺഗ്രസിന് വലിയ അടിയാണെന്ന് പറഞ്ഞു, സ്ഥാനാർത്ഥികൾ ആവാൻ വേണ്ടി വലിയ അടിയാന്നൊക്കെ പറഞ്ഞു. ശരി, ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവും, എതിരഭിപ്രായം ഉണ്ടാവും, സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, അത് പ്രകടിപ്പിക്കുന്നവരുണ്ടാവും, വൈകാരികമായി പ്രകടിപ്പിക്കുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ 51 വെട്ടുവെട്ടി നിഷ്കരണം കൊന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഈ ചാനൽ വന്നിരുന്ന് കോൺഗ്രസിനെ ജനാധിപത്യം പഠിപ്പിക്കരുത്, വിമത സ്ഥാനാർത്ഥിയെ തട്ടിക്കളയുമെന്ന് ഇന്ന് പോലും ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാവ് കോൺഗ്രസിനെ ജനാധിപത്യം പഠിപ്പിക്കരുത്. എത്രയോ ഉദാഹരണങ്ങൾ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ, ചൊക്ലിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി, പെൺകുട്ടികളെ അടക്കം ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നിങ്ങൾ നടത്തുന്ന ഹീന ശ്രമങ്ങൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ കൊടിയ ജനാധിപത്യ വിരുദ്ധത CPMന്റെ ഭാഗത്തുനിന്ന് ഈ കാലത്തും 2025-ലും നിങ്ങൾ ഈ ജനാധിപത്യ വിരുദ്ധത കാണിക്കുമ്പോൾ കേരളത്തിലെ വളർന്നു വരുന്ന യുവസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. നിങ്ങളിപ്പോൾ ഈ പറയുന്ന തട്ടിപ്പുകൾ, നിങ്ങളിപ്പോൾ പറയുന്ന ഈ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ മുഖം മൂടി, നിങ്ങളുടെ വികസനത്തിന്റെ മുഖം മൂടി, നിങ്ങൾ അണിയിച്ചിരിക്കുന്ന ഈ ആഭരണമൊന്നും വില പോകാൻ പോകുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവിതം ഏറ്റവും പ്രയാസപ്പെട്ട 10 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? ഇവിടെ സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു വീടെടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഭൂമി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കോസ്റ്റ് നിങ്ങൾ എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്? ആ വീട്ടിൽ ഒരു വീട് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോൾ വീട് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ലൈഫ് മിഷന്റെ ലൈഫ് പോയി കിടക്കുകയാണ്. ഇനി കഷ്ടപ്പെട്ട ഒരുത്തൻ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിന് പെർമിറ്റ് കിട്ടാൻ എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്? ഇനി ആ വീടിന്റെ വീട്ടുനികുതി എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്? പാലിന്റെ വില എത്ര വർദ്ധിപ്പിച്ചു? ഇവിടെ പെൻഷൻ കുടിശ്ശിക ഒരു വീട്ടിൽ 7000 രൂപയാണ്. 7000 രൂപ വാങ്ങുന്ന LDFന് വോട്ട് ചെയ്തേക്കാമെന്ന് ആലോചിക്കില്ലേ സന്ദീപ്? ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാനത് അതിലേക്ക് വരാം.
ആ വീട്ടിൽ നമുക്ക് ഒരു പുതിയ വീടുണ്ടാക്കുമ്പോൾ വീടിന് പാല് കാച്ചണമെങ്കിൽ ആ പാലിന് വരെ ചിഞ്ചുറാണി ഇപ്പോൾ വില വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്രയോ ഇരട്ടി നിങ്ങൾ വർദ്ധിപ്പിച്ചു. ആ വീട്ടിനടക്കേണ്ട കറണ്ട് ചാർജ് നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചു? ആ വീട്ടിലടക്കേണ്ട വെള്ളക്കരം നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചു? ഒരു പാവപ്പെട്ട മനുഷ്യനെ എത്രത്തോളം അവനെ പോക്കറ്റ് അടിക്കാമോ അത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനെ പോക്കറ്റ് അടിച്ചൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊന്നൊരു സർക്കാരാണ്. ഒരു തലമുറയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകൾ, പാവപ്പെട്ടവർ, അവരെ പോക്കറ്റ് അടിച്ചിട്ടുള്ള, അവരെ നികുതി ഭാരം കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള സർക്കാരിനെതിരായിട്ട് അങ്ങേയറ്റത്തെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് അവരെ വിശ്വാസത്തിൽ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള സർക്കാരിനെതിരെ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം കേരളത്തിലുണ്ടാവും. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിക് ആയിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കി ഈ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന CPM-നെതിരായിട്ട് മൈനോറിറ്റി കൺസോൾട്ടേഷനും ഉണ്ടാകും. ആ തർക്കത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി 7000 രൂപ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞു. എന്തായിരുന്നു വാഗ്ദാനം? 2500 കൊടുക്കുന്നതായിരുന്നു വാഗ്ദാനം. ആ വാഗ്ദാനം പോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് തെരഞ്ഞെടുപ്പെടുത്തപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അടക്കം ഒരു പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥ, ഞാൻ പൂർത്തിയാക്കട്ടെ, ഒരു പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പനി ബാധിച്ച് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നയാൾക്ക് പാരസെറ്റമോൾ പോലും കിട്ടാത്ത കാലത്താണ് ജീവിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോകുന്നത്. അദ്ദേഹം നല്ല ചികിത്സ കിട്ടട്ടെ, അദ്ദേഹത്തിന് ഒരു തർക്കവും കാര്യത്തിലില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കണം. പക്ഷേ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ഈ നാട്ടിലെ പാവപ്പെട്ടവന് പനി വന്നാൽ കഴിക്കാൻ പാരസെറ്റമോളെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരല്ലേ? കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ച ചൂണ്ടിക്കാണിക്കുന്നതല്ലേ? മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് മരുന്നുണ്ടോ? സർജറി ചെയ്യാൻ പറ്റുന്നുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണാക്കിയില്ലേ? ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? RSSനെതിരെ പറയുന്നത് CPM ആണ്. RSSനെതിരെ പറയല്ല. RSSന്റെ അജണ്ട ഇന്ന് RSSനേക്കാൾ നന്നായി കേരളത്തിൽ നടപ്പാക്കുന്ന പാർട്ടിയായിട്ട് CPM അറിയില്ലേ? അഷ്മി, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ? ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം, ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി പോകാൻ പോവുകയാണ്. ഇനി ഒറ്റ കാര്യം, ഈ ചർച്ചയുടെ സമയം കിട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഈ PP മുസ്തഫ പറഞ്ഞല്ലോ, അദ്ദേഹം അംഗീകരിച്ചാൽ മതി. അദ്ദേഹം എന്താ അംഗീകരിക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നു, നേരത്തെ ബന്ധമുണ്ടായിരുന്നു, മുഹബത്ത് ഉണ്ടായിരുന്നു, പിന്നീട് ബ്രേക്കപ്പ് ആയതാണെന്ന് പറഞ്ഞാൽ മതി. അത് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത്. അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അഷ്മി അദ്ദേഹം നമ്മൾ തർക്കം അവസാനിക്കായിരുന്നല്ലോ. പിന്നെ ഇതിന് ബഹളം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് സത്യം പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ സത്യം പറയാം, വല്ലപ്പോഴൊക്കെ സത്യം പറയാം, എപ്പോഴും നുണ പറയണ്ട, വല്ലപ്പോഴൊക്കെ സത്യം പറയാം, വല്ലപ്പോഴും സത്യം പറയാം, വല്ലപ്പോഴൊക്കെ സത്യം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. മുസ്തഫ വല്ലപ്പോഴൊക്കെ സത്യം പറഞ്ഞ നല്ലതാണെന്നേ. വോട്ടിന് വേണ്ടി അങ്ങേയറ്റം ശരി ഗോകുൽ, LDF UDF ആ തർക്കമാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇതിലൊക്കെ അപ്പുറമാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ അപ്പുറമാണ് ഗോകുൽ. ശരി ഗോകുൽ, ഇതൊക്കെ ആശയ തർക്കങ്ങളാണ്, തമ്മിലടിയാണ്, സീറ്റ് കിട്ടാത്ത പ്രശ്നമാണ്. നിങ്ങളെ ബാധിക്കുന്നത് എന്താ ഗോകുൽ? ഞാൻ പറഞ്ഞിട്ടില്ല ഗോകുൽ, നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തകരുടെ ജീവനുകളാണ്. ഒരു പ്രതിസന്ധിയും BJPയുടെ മുന്നേറ്റത്തെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ നമ്മൾ ഈ മിദാസ് രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ദൈവം ചോദിച്ചു എന്ത് വരം വേണം? എനിക്ക് വേണം എന്താ എല്ലാം തൊടുന്നത് പൊന്നാകണം എന്ന് പറഞ്ഞതുപോലെ ആ മിദാസ് രാജാവിനെ പോലെ പിണറായി വിജയൻ തൊടുന്നവരെല്ലാം, പിണറായി വിജയന്റെ ആളുകളെല്ലാം സ്വർണ്ണക്കള്ളന്മാരായി മാറുന്നൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത്തരം സ്വർണ്ണക്കള്ളന്മാരെ താഴെ ഇറക്കാനുള്ള ആദ്യത്തെ തുടക്കം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ആ പ്രതീക്ഷ BJPക്കുണ്ട്. ആ പ്രതീക്ഷ BJPയിലാണ് ജനങ്ങൾ വച്ചിരിക്കുന്നത്. കാര്യം നിങ്ങൾ തർക്കം വേണ്ടെന്നേ. നിങ്ങൾ BJPയുടെ മുന്നേറ്റം നോക്കിക്കോ. 13-ാം തീയതി ഉച്ചയോടുകൂടി നിങ്ങൾക്ക് അറിയാലോ, ഹാഷ്മിക്കും ഇപ്പോൾ മുസ്തഫയ്ക്കും അതുപോലെ തന്നെ സന്ദീപ് വാര്യർക്കും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് തെളിയുമല്ലോ എന്തായിരുന്നു BJPക്ക് ഉണ്ടാകുന്ന മുന്നേറ്റമെന്ന്. നമുക്ക് ഒരുപാട് വിശാലമായ വിഷയങ്ങൾ കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ നിൽക്കുന്നതല്ല. എന്തായാലും നമുക്ക് ഈ വിഷയങ്ങൾ തന്നെ വീണ്ടും വരും ദിവസങ്ങൾ. സജീവ സാലേക്ക് ഒന്നുകൂടെ പോകാൻ കഴിഞ്ഞാൽ ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും അടിത്തട്ടും ആഞ്ഞുണർന്ന് പ്രവർത്തിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവം തന്നെയാണ്. ചെറിയ തമ്മിലടി, വിരട്ട്, വിലപേശൽ ഒക്കെ മാറ്റി നിർത്തിയാൽ ഗംഭീരമായി അത് പുരോഗമിക്കട്ടെ, വോട്ടിലേക്ക് പോകട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.